ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്നുള്ള ചാപ്റ്ററിൻ്റെ 7ാം ഭാഗമാണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പേജ് 43 പ്രോബ്ലംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട് ഇൻ ടൈംസ്, മടങ്ങിലെ ഭാഗം എന്നുള്ള പോർഷനാണ്. നമുക്കൊരു ചോദ്യം നോക്കാം. എ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 1.5 liters ഓഫ് വാട്ടർ. 4 such bottle of water is poured into a jar. How much water is there in the jar? ഒരു കുപ്പിയിൽ 1.5 ലിറ്റർ വെള്ളം കൊള്ളും. ഇത്തരം 4 കുപ്പികളിലെ വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചു. പാത്രത്തിൽ എത്ര വെള്ളമുണ്ട്? ചോദ്യം ഇതാണ്. ഒരു കുപ്പിയിൽ 1.5 ലിറ്റർ വെള്ളമാണ് കൊള്ളുന്നത്. ഇതുപോലത്തെ 4 കുപ്പി നിറച്ചുള്ള വെള്ളം നമ്മൾ പാത്രത്തിൽ ഒഴിച്ചു. അങ്ങനെയാണെങ്കിൽ പാത്രത്തിൽ എത്ര വെള്ളം ഉണ്ട്? അതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ഒരു കുപ്പിയിൽ 1.5 ലിറ്റർ വെള്ളമാണുള്ളത്. 4 കുപ്പിയാണ് നമ്മൾ ഒഴിച്ചത്. 4 കുപ്പി വെള്ളമാണ് പാത്രത്തിൽ ഒഴിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 1.5 ലിറ്ററിൻ്റെ 4 മടങ്ങ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ദ ജാർ ഈക്വൽ ടു 4 times 1.5. പാത്രത്തിലെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 1 2 4 മടങ്ങാണ്. അപ്പോൾ നമുക്കറിയാം 4 times 1.5 ഇതുപോലുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടെ തമ്മിൽ ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4 into 1 and 1/2. ഇനി 1 and 1/2 എന്നുള്ളത് മിക്സഡ് ഫ്രാക്ഷനാണ്. നമ്മളത് പ്രോപ്പർ ഫ്രാക്ഷനോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 3/2. അതായത് 1 into 2 ചെയ്യുക, ദെൻ +1. 1 into 2 +1 എന്നുള്ളതാണ് നമ്മുടെ ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത് 3. ദെൻ ഇതിൻ്റെ ഡിനോമിനേറ്റർ തന്നെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് കിട്ടും 4 into 3/2. അപ്പം ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്? 4 into 3 ചെയ്യുക. ഇത് ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ 4 into 3 12 വരും. 12/2 എന്ന് പറയുന്നത് 6 ആണ്. അപ്പം 6 ലിറ്റർ. അപ്പോൾ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 6 ലിറ്ററാണ്. ഇനി ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ 3 times 2 and 1/4 ലിറ്റർ, അല്ലെങ്കിൽ 2 4 3 മടങ്ങ് ഗുണിച്ചാൽ മതി നമ്മളവിടെ. അപ്പോൾ 3 ഗുണം 2 4 അപ്പോൾ ഇവിടെ നമുക്ക് 2 4 ഗുണം 3 ചെയ്താലും ഒന്ന് തന്നെയാണ്. തിരിച്ചു മറിച്ച് നമുക്ക് ഗുണിക്കാം. ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 3 into 9/4. ഇനി 9 into 3 എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ 27 divided by 4. അപ്പോൾ ഇതിനെ നമ്മൾ 27നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കോഷ്യൻ്റ് 6ഉം റിമൈൻഡർ 3ഉം ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം 6 and 3/4. ഓക്കെ, അടുത്ത ചോദ്യം. 5 times 3.5. 3 5 മടങ്ങ്. അപ്പോൾ നമുക്ക് എഴുതാം 5 ഗുണം 3 and 1/2 ഈക്വൽ ടു 5 into 7/2. അപ്പോൾ ഇവിടെ നമുക്ക് 35/2 എന്ന് കിട്ടും. ഇത് നമ്മൾ 35നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യൻ്റ് 17ഉം റിമൈൻഡർ 1ഉം ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് 17 and 1/2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പേജ് 43 പ്രോബ്ലംസ് നോക്കാം. 1.5 meters of cloth is needed for a shirt. How much cloth is needed for 5 such shirts? ഒരു കുപ്പായം തുന്നാൻ 1.5 മീറ്റർ തുണി വേണം. 5 കുപ്പായത്തിന് എത്ര മീറ്റർ തുണി വേണം? ചോദ്യം ഇതാണ്. ഒരു കുപ്പായം തുന്നാൻ 1.5 മീറ്റർ തുണി വേണം. അപ്പോൾ 5 കുപ്പായം തുന്നാൻ എത്ര മീറ്റർ വേണം? 5 ഗുണം 1.5. അപ്പോൾ ക്ലോത്ത് നീഡഡ് ഫോർ 5 ഷർട്ട്സ് എന്ന് പറയുന്നത് 5 times 1.5, അതായത് 1.5യുടെ 5 മടങ്ങ്. അപ്പോൾ നമുക്ക് എഴുതാം 5 ഗുണം 1.5 ഈക്വൽ ടു 5 into 3/2 ഈക്വൽ ടു 5 into 3 എന്ന് പറയുന്നത് 15 ആണ്. 15/2 എന്ന് കിട്ടും. ഈക്വൽ ടു 7.5 മീറ്റർ. 7.5 മീറ്റർ തുണിയാണ് ആവശ്യം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ദ പ്രൈസ് ഓഫ് 1 kilogram ഓഫ് okra ഈസ് 30 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 2.5 kilograms? 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില 30 രൂപ. 2.5 കിലോഗ്രാമിന് എത്ര രൂപയാകും? അപ്പോൾ നമുക്ക് 1 കിലോഗ്രാമിന് 30 രൂപയാണ്. അപ്പോൾ 2.5 കിലോഗ്രാം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2.5 ഗുണം 30 ചെയ്താൽ മതി. അതായത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അവിടെ? 30 times 2.5. നോക്കുക, പ്രൈസ് ഓഫ് 1 കിലോഗ്രാം, 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില എന്ന് പറയുന്നത് 30 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 2.5 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില, പ്രൈസ് ഓഫ് 2.5 kilogram ഓഫ് okra എന്ന് പറയുന്നത് 2.5 into 30, അതായത് 5/2 into 30. ഇപ്പോൾ ഇവിടെ നമുക്ക് 150. 5 into 30 എന്ന് പറയുന്നത് 150 ആണ്. അപ്പോൾ 150 divided by 2 എന്ന് കിട്ടും. ഈക്വൽ ടു 75 rupees. അപ്പോൾ 75 രൂപയാണ് 2.5 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില. മൂന്നാമത്തെ ചോദ്യം. എ മാൻ walks 1.5 kilometers in 1 hour. How many kilometers does he walk in 1.5 hours at this speed? ഒരാൾ 1 മണിക്കൂറിൽ 1.5 കിലോമീറ്റർ നടക്കും.
ഇതേ വേഗത്തിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കും? ഇവിടെ പറഞ്ഞേക്കുന്ന ഇതാണ്, 1 മണിക്കൂറിൽ 1.5 കിലോമീറ്റർ നടക്കും. അങ്ങനെയാണെങ്കിൽ 1.5 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ നടക്കും എന്നാണ് ചോദ്യം. അപ്പം 1 മണിക്കൂറിൽ 1.5 കിലോമീറ്റർ നടക്കും. അപ്പോൾ 1.5 മണിക്കൂറിൽ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 1.5 ഗുണം 1.5. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 അവർ, 1 മണിക്കൂറിൽ നടക്കുന്ന ദൂരം 1.5 കിലോമീറ്റർ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1.5 അവർ, 1.5 മണിക്കൂർ കൊണ്ട് നടക്കുന്ന ദൂരം എന്തെഴുതിയാൽ മതി? 1.5 ഇൻറ്റു 1.5, അതായത് 3/2 ഇൻറ്റു 3/2 ഈക്വൽ ടു 9/4. അപ്പം 9നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ കോഷ്യൻ്റ് 2ഉം റിമൈൻഡർ 1ഉം ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം 2 and 1/4 കിലോമീറ്റർ. Roni has 36 stamps. Sahira says she has 2 and 1/4 times as much. How many stamps does she have? റോണിയുടെ കയ്യിൽ 36 സ്റ്റാമ്പ് ഉണ്ട്. അതിൻ്റെ 2.25 മടങ്ങ് തൻ്റെ കയ്യിലുണ്ടെന്നാണ് സഹീറ പറയുന്നത്. അതെത്രയാണ്? അപ്പോൾ ഇവിടെ റോണിയുടെ കയ്യിൽ 36 സ്റ്റാമ്പാണുള്ളത്. അപ്പോൾ സഹീറ പറയുന്നതാണ് 36 സ്റ്റാമ്പ്, അതായത് 2.25 മടങ്ങ്, അതിൻ്റെ 2.25 മടങ്ങ്, അതായത് 36ൻ്റെ 2.25 മടങ്ങ് തൻ്റെ കയ്യിലുണ്ടെന്ന് ആര് പറയുന്നു? സഹീറ പറയുന്നു. അപ്പോൾ സഹീറയുടെ കയ്യിൽ എത്ര സ്റ്റാമ്പ് ഉണ്ട്? അതാണ് ചോദ്യം. അപ്പം റോണിയുടെ കയ്യിൽ 36 സ്റ്റാമ്പുണ്ട്. റോണിയുടെ കയ്യിലുള്ള സ്റ്റാമ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് 36 ആണ്. ഇനി സഹീറയുടെ കയ്യിലുള്ള സ്റ്റാമ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരുന്നു? 36ൻ്റെ 2.25 മടങ്ങ്, 2 and 1/4 times 36. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2 and 1/4 ഇൻറ്റു 36. അപ്പം ആദ്യമേ തന്നെ ഇതിനെ നമ്മൾ പ്രോപ്പറാക്കി. അപ്പം 9/4 എന്ന് കിട്ടി, ഈക്വൽ ടു 9/4 ഇൻറ്റു 36 ഈക്വൽ ടു 9 ഇൻറ്റു 9. ഇവിടെ നമ്മൾ എഴുതിയേക്കുന്നത് 9 ഇൻറ്റു 9 എന്ന് എഴുതിയേക്കുന്നത് ഈ 36 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 9 ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ 9 ഇൻറ്റു 36 ഡിവൈഡ് ബൈ 4 എന്നുള്ളതിൻ്റെ 9 ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ 9 ഇൻറ്റു 36 എഴുതി ബൈ 4 ചെയ്താലും നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 9 ഇൻറ്റു 9 എന്ന് പറയുന്നത് 81 സ്റ്റാമ്പ്. അപ്പോൾ 81 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് സഹീറയുടെ കയ്യിലുള്ള സ്റ്റാമ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് 81 സ്റ്റാമ്പ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ സെക്ഷനിൽ ഇങ്ങനെ കുറേ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്, 4 times 5 and 1/3, 4 and 1/3 times 5. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2/5 of 2 and 1/2 എല്ലാം കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ച രീതിയിലുള്ള എല്ലാം കൂടെ ചേർത്താണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തന്നേക്കുന്ന 4 times 5 and 1/3 അല്ലെങ്കിൽ 2/5 of 2 and 1/2 എങ്ങനെ തന്നാലും എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ ഗുണിച്ചെഴുതിയാൽ മതി. ഇപ്പോൾ ഗുണിക്കുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രോപ്പർ മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതണം. ഇപ്പോൾ ഫ്രാക്ഷൻ്റെ രൂപത്തിൽ വരുമ്പോൾ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററാണ് ന്യൂമറേറ്ററിൽ വരുന്നത്, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററാണ് അതിൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, 4 times 5 and 1/3, 5ഉം 3/1 4 മടങ്ങ്. അപ്പോൾ 4 ഇൻറ്റു 5 and 1/3 എന്ന് കിട്ടും. അപ്പോൾ ആദ്യം ഈ 5 and 1/3 എന്നുള്ളതിനെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 5 ഇൻറ്റു 3 15 ആണ്, 15 + 1 16. അപ്പോൾ നമുക്ക് 4 ഇൻറ്റു 16/3. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നേരത്തെ ഉള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. 4 ഇൻറ്റു 16/3. അപ്പോൾ 4 ഇൻറ്റു 16/3 എന്ന് പറയുമ്പം ആദ്യം 4 ഇൻറ്റു 16 ചെയ്യുക. അപ്പോൾ നമുക്കവിടെ കിട്ടും 64 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 64നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 21 and 1/3 എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം ഇതായിരുന്നു, 4 and 1/3 times 5, 5ൻ്റെ 4ഉം 3/1 മടങ്ങ്. അപ്പോൾ അത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി. അപ്പം 4 and 1/3 ഇൻറ്റു 5, 4 and 1/3 എന്ന് പറയുന്നത് 13/3 എന്ന് കിട്ടും, ഇൻറ്റു 5, അതായത് 65/3 ഈക്വൽ ടു 21 and 2/3. അടുത്ത ചോദ്യം, 1.5 times 2/3, 3ൽ 2ൻ്റെ 1.5 മടങ്ങ്. 2 തമ്മിൽ ഗുണിക്കുക, 1.5 ഇൻറ്റു 2/3. 1.5 എന്ന് പറയുന്നത് 3/2 ആണ്. അപ്പോൾ നമുക്കിവിടെ 3/2 ഇൻറ്റു 2/3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെയും 3 ആണ്, ഇവിടെ ന്യൂമറേറ്ററിൽ 3 വന്നിട്ടുണ്ട്, അതുപോലെ ഡിനോമിനേറ്ററിലും 3 വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ 3/3 എന്ന് പറയുന്നത് 1 വരും. അതുപോലെ തന്നെ ഇവിടുത്തെ ന്യൂമറേറ്ററിൽ 2 ആണ്, ഡിനോമിനേറ്ററിൽ 2 ആണ്. അപ്പം ഇതും 1 ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ 1 ഇൻറ്റു 1 എന്നുള്ള രീതിയിൽ അവിടെ 1 തന്നെ വരും. ഓർക്കുക, 3/2ൻ്റെ റെസിപ്രോക്കലാണ് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഒരു ഫ്രാക്ഷൻ്റെ അതിൻ്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുന്ന എപ്പോഴും 1 ആയിരിക്കും. ദെൻ 2/5 ഇൻറ്റു 2 and 1/2 അടുത്ത ചോദ്യത്തിൻ്റെയാണ്. നാലാമത്തെ ചോദ്യം, 2/5 ഓഫ് 2 and 1/2, 2.5
5ൽ 2 ഭാഗമാണ് ചോദ്യം. ഇപ്പോൾ 2/5 ഇൻറ്റു 2.5. ഇവിടെ 2.5 എന്ന് പറയുന്നത് 5/2 ആണ്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിലും 2/5 എന്ന് എഴുതിയേക്കുന്ന ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കലാണ് ഇവിടെ തന്നേക്കുന്നത് 5/2 എന്നുള്ളത്. അപ്പോൾ അത് തമ്മിൽ ഗുണിക്കുമ്പോൾ എന്തേ വരത്തുള്ളൂ? 1. ഓക്കെ, അടുത്ത ചോദ്യം 2.5 ടൈംസ് 5.5. 5.5യുടെ 2.5 മടങ്ങ്. അപ്പോൾ തമ്മിൽ ഗുണിക്കുമ്പം നമുക്കറിയാം ഇവിടെ രണ്ടും നമുക്കിവിടെ തന്നേക്കുന്നത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ രണ്ടും നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ 2 and 1/2 എന്നുള്ളത് 5/2 എന്ന് കിട്ടും. 5 and 1/2 എന്നുള്ളത് 11/2 എന്ന് കിട്ടും. ഇനി നമ്മുടെ ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 55 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4 ഈക്വൽ ടു നമുക്ക് 13 and 3/4 എന്ന് കിട്ടും. ലാസ്റ്റത്തെ ചോദ്യം ഇതാണ്. 4 and 1/3 ഓഫ് 4 and 1/2. 4ഉം 2-1 4ഉം 3-1 മടങ്ങ്. അപ്പോൾ അത് തമ്മിൽ ഗുണിക്കുമ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനാണ്, പ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ 4 and 1/2 എന്നുള്ളത് 9/2ഉം 4 and 1/3 എന്നുള്ളത് 13/3 എന്നും കിട്ടും. അപ്പോൾ തമ്മിൽ ഗുണിക്കുമ്പം 9 ഇൻറ്റു 13 എന്നുള്ളത് 39 വരും. 2 ഇൻറ്റു 3 6 എന്നും വരും. അപ്പോൾ ഇവിടെ ശരിക്കും 39/2 ഇവിടെ നമ്മൾ ഈ 9നെയും 3നെയും ഇവിടെ നോക്കുവാണെങ്കിൽ 9/2 ഇൻറ്റു 13/3 ആണ്. അപ്പോൾ ഇവിടെ 3യും 9ഉം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. 9/3 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 1 വരും. അങ്ങനെയാണ് നമ്മളിവിടെ 13 ഇൻറ്റു 3 39 എന്നും 1 ഇൻറ്റു 2 2 എന്നും എഴുതിയേക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലോട്ട് വന്നേക്കുന്നത്. അപ്പോൾ 39/2 എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ നമ്മൾ നമ്മുടെ മിക്സഡ് ഫ്രാക്ഷൻ്റെ രീതിയിൽ എഴുതുമ്പം 19 and 1/2 എന്ന് കിട്ടും. അതായത് 39നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻ്റ് 19 വരും, റിമൈൻഡർ 1ഉം വരും. അങ്ങനെയാണ് നമ്മളിവിടെ 19 and 1/2 എന്ന് എഴുതുന്നത്. അപ്പം ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്താലേ നമുക്ക് ഈസി ആയിട്ട് പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you for watching. Please subscribe, like and share my channel JS Max Corner.